മെസ്സി തട്ടിപ്പിൽ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് കായികമന്ത്രി ഒ.ജെ. ജനീഷ്. സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നു. സർക്കാരിനെ നോക്കുകുത്തിയാക്കിയ മുൻമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത്. മന്ത്രിയുടെ വിദേശയാത്രയിൽ സർക്കാർ പണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും ഒ.ജെ. ജനീഷ് ഡൽഹിയിൽ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. സംവിധാനം മുഴുവനായി ദുരുപയോഗം ചെയ്യപ്പെട്ടില്ലേ? ഒരു അന്താരാഷ്ട്ര കളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്താണ് അന്തിമ സമ്മതം വേണ്ടത്. മെസ്സിയാണ് പറയേണ്ടത്. ഫിഫയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെ അറിയണ്ടേ? കേരള ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രോപ്പർ ചാനലല്ല, ഒരു പ്രോപ്പർ ചാനലുമല്ല ഇത് മുന്നോട്ട് പോയത്. സ്പോൺസറെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സുതാര്യതയും പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതൊന്നും സർക്കാരിന്റെ ബാധ്യത ഒഴിവാക്കപ്പെടുന്നില്ല. സർക്കാരിന് സാമ്പത്തികമായ ബാധ്യത മാത്രമല്ല, നിയമപരമായ ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആ ബാധ്യതകളൊക്കെ തന്നെ സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെക്കുന്ന ഒരു നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അതായത് ഈ എന്താണ് ആ ഒരു പാത്വേ അത് കറക്റ്റ് ആയിരുന്നില്ല, കൃത്യമായി അതിനകത്ത് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ഒറ്റ വാക്യത്തിൽ ഈ ഒ.ജെ. ജനീഷ് കായികമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ സുതാര്യമായ ഒരു അന്വേഷണം ഇനി നടക്കണം. കുറ്റക്കാരാണ് എങ്കിലും അവർ നിയമത്തിന് മുന്നിൽ വരണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്? രാഖി, ഈ വിഷയത്തിൽ അടിമുടി ദുരൂഹതയാണ് കായികമന്ത്രി ആരോപിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മുൻ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 14 ലക്ഷത്തോളം രൂപ സർക്കാർ ചിലവെടുത്തുകൊണ്ടാണ് അദ്ദേഹം വിദേശയാത്ര നടത്തിയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അനുമതികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ 14 ലക്ഷത്തോളം രൂപ അദ്ദേഹം ദൂർത്തടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിലെ കായികമന്ത്രിയുടെ ആരോപണം. മാത്രമല്ല, സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നതിലും വലിയ ദുരൂഹതകൾ നിലനിന്നിരുന്നതായാണ് വ്യക്തമാക്കുന്നത്. ഈ സ്പോൺസറായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനി വെറും 20 ദിവസം മുമ്പ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ്. മാത്രമല്ല, ഏതാണ്ട് 1 ലക്ഷം രൂപ മാത്രം ട്രാൻസാക്ഷനുള്ള ഒരു കമ്പനി മാത്രമായിരുന്നു അത് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുവാൻ പോലും, അതായത് ഈ സ്പോൺസർഷിപ്പിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാൻ പോലും അന്നത്തെ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണേണ്ടത്. മാത്രമല്ല, ഫയലുകളിൽ അമീറ എന്നൊരു പേര് കൂടി എഴുതി ചേർത്തു. ആ അമീറ എന്നുള്ള പേരിൽ അവ്യക്തത തുടരുകയാണ്. ആരാണ് അമീറ എന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അമീറയ്ക്ക് ഇതിൽ എന്താണ് ബന്ധമെന്നത് സംബന്ധിച്ചോ യാതൊരുവിധ വ്യക്തതയുമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കായികമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മുൻ മുഖ്യമന്ത്രിക്ക്, അതായത് പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരിക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ മന്ത്രിക്ക് വിദേശയാത്ര നടത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും എന്ന നിലയിൽ ഇരുവരും സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത് എന്നുള്ള കാര്യവും ഇന്നിപ്പോൾ ജിനേഷ് സൂചിപ്പിക്കുന്നുണ്ട്.